ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വാഴാനി ഡാമിലേക്കാണ്. ഞങ്ങളുടെ മേമയും പാപ്പനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വാഴാനി ഡാം വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിറച്ച് പുഴുക്കളാണ് കേട്ടോ. ഗ്രീനറി ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിറച്ച് പുഴുക്കളാണ്. ഇവിടെ നടക്കാനും പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തൂങ്ങി കിടക്കുന്ന പുഴുക്കളായിരുന്നു. എൻ്റെ മേത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ സ്റ്റേജാണ് കേട്ടോ. പിന്നെ ഇത് അങ്ങോട്ട് കയറുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ വടക്കാഞ്ചേരിയുടെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. വാഴാനി ഡാം എന്ന് പറയും കേട്ടോ. ഇത് എൻ്റെ മേമ്മയുടെ മക്കളും വീഡിയോ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് കടന്നിട്ടുണ്ട്. ഈ ഡാമിൻ്റെ ഒരു പാലത്തിൻ്റെ അവിടേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെ നിറച്ച് പുഴുക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റിയിട്ടാണ് വരുന്നത്. ആ മരം കാണില്ലേ, ആ മരത്തിൻ്റെ മുകളിൽ അപ്പടി പുഴു ഇങ്ങനെ തൂങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വലിയ മരമില്ലാത്ത സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത്. പാലത്തിൻ്റെ അവിടേക്കുള്ള ഗേറ്റിലേക്ക് കയറുക കേട്ടോ. ഇതാണ് ഡാം, വാഴാനി ഡാം. ഇവിടെ ആയിട്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കുറവാണ് ഇപ്പം, വളരെയധികം വെള്ളം കുറവാണ് കേട്ടോ. ഈ പച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ കാണുന്ന തിണ്ടിൻ്റെ അവിടെ അതുവരെ വെള്ളം വരാറുണ്ട് കേട്ടോ. അപ്പോഴാണ് ഡാമൊക്കെ തുറക്കുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും. ഈ അറ്റം തൊട്ട് ആ അറ്റം നല്ല ദൂരമുണ്ട് കേട്ടോ. അവിടെ വരെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ നല്ല അറ്റത്തേക്കുണ്ട് വെള്ളം. അതുവരെയാണ് ഈ ഒരു ഡാമിൻ്റെ വെള്ളം കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഊഞ്ഞാലയിൽ ഇതാണ് ഞങ്ങളുടെ മേമനെ കണ്ണനും മേമയുടെ കുട്ടിയും കൂടി ആട്ടി കൊടുക്കുന്നത്. മേമയുടെ കുട്ടിയാണ് ഇത്. ഞാൻ ആട്ടി കൊടുക്കുകയാണ്. മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഊഞ്ഞാല കെട്ടിയേക്കണത്. അതുവരെയാണ് ഞങ്ങൾ ആട്ടി കൊടുക്കണത് കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ. ഇവിടെ അധികം പുഴുക്കളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങളിതാ അവിടെ കാണുന്ന ഒരു മാവിൻ്റെ മുകളിൽ തൂങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എനിക്കൊന്നും തൂങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചാടി നോക്കുകയാണ് കേട്ടോ. ചെറിയൊരു കൊമ്പായിരുന്നു, അത് താഴത്തുനിന്ന് മുകളിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ തൂങ്ങിയാലാണ് കേട്ടോ കണ്ണൻ എത്തണില്ല. കണ്ണൻ കുറേ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ തൂങ്ങിയാലല്ലാണ്ട് അവന് എത്താൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ താഴത്തുനിന്ന് മാവുണ്ടെന്ന്. പക്ഷെ ഇത് ആ മാവല്ല കേട്ടോ. ഇതിന്ന് കുറച്ച് സൈഡിലായിട്ടാട്ടോ ആ മാവ്. പക്ഷെ ഞങ്ങൾ താഴത്ത് ഞാനും കണ്ണനും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക്. ഇനി അവിടുന്ന് കുറേ ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടാ. എന്നിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഈ തിണ്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചുട്ട് പൊള്ളണ വെയിലായതുകൊണ്ട് എല്ലാവരും കുട എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ സഹിക്കാവുന്നതുള്ളൂ ചൂടൊക്കെ. അവർ പിന്നെ തലവേദനിക്കണുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചൂടുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിറച്ച് പുഴുക്കളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ കഴിഞ്ഞ് നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ പുഴുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അവിടെ നോക്കിയാൽ ഒരു എന്തോ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്താ പാലം പോലെ, അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ അവിടേക്ക് എൻട്രി ഒന്നുമില്ല. പക്ഷെ കണ്ണൻ വന്നിട്ട് ചോദിക്കേണ്ട അതെന്താന്ന്. പക്ഷെ ആർക്കും അറിയില്ല കേട്ടോ അതെന്താ കേട്ടാന്ന്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കിയാൽ പാർക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ നിറയെ ബുഷൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് ഞങ്ങൾക്ക് ഇനി കുറേ നടക്കാണ്ട് ചുറ്റിക്കറങ്ങി വേണം പോവാൻ കേട്ടോ. ഇവിടെ തൊട്ട് ആ അറ്റം വരെ കൊറ്റികളുണ്ട് കേട്ടോ. അവിടെ കുറേ കൊറ്റികളുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്തോരം കൊറ്റികളുണ്ടെന്ന്. ഇടയിലായിട്ട് കുറച്ച് കറുപ്പ് കൊറ്റികളും പിന്നെ കുറേ അധികം വെള്ള കൊറ്റികളാണ് കൂടുതലുള്ളത്. പിന്നെ കറുപ്പ് കൊറ്റികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന മലയുടെ മുകളിൽ റിസോർട്ടാണ് കേട്ടോ. അവിടെ നമുക്കിവിടെ നിന്ന് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ ഫോണിൽ അത്ര ക്ലിയർ അല്ല. ഞങ്ങൾ സൂം ചെയ്തിട്ടൊക്കെ കാണിക്കണത്. അവിടെ തന്നെ ഇങ്ങനെ പൂമരവും പിന്നെ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പിന്നെ
ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് പാർക്ക്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് അടുത്തടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ ഡാമിൻ്റെ ഷട്ടർ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടല്ല കേട്ടോ പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്കാണ്, വേറെ സ്ഥലം കാണാനാണ്. ഇതാണ് അത് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുളം. വലിയ രസമൊന്നുമില്ല, ഒരു ചെളി പിടിച്ച കുളം. അത് ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മരത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് പുഴുക്കളായിരുന്നു കേട്ടോ. അച്ഛൻ്റെ മുണ്ടിൽ ഒരു പുഴു കയറിയിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ തിളയ്ക്കണ പുഴുവായിരുന്നു കേട്ടോ. ഇങ്ങനെ അത് അച്ഛൻ ഇങ്ങനെ തട്ടി കളയുണ്ടായിരുന്നു ഒരു ഇല വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങാണ് കേട്ടോ. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്ഥലം കാണാനൊന്നും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ആ ഭാഗം കാണാനായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടേക്കാണ് പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കണ്ണൻ ഈ സംഭവത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നിറങ്ങാം കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അവൻ വീഴുമെന്ന്, പക്ഷെ വീണൊന്നുമില്ല. ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഷട്ടർ. അവിടുന്ന് ഷട്ടർ തുറന്നാൽ ഇവിടേക്ക് നല്ല കുതിപ്പോടെ വെള്ളം വീഴും കേട്ടോ. ഈ ഭാഗത്തൂടെ വെള്ളം ഒലിച്ച് പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ആവും കേട്ടോ. പക്ഷേ എൻ്റെ വീടിൻ്റെ അവിടേക്കൊന്നും അത്ര വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ വീടൊരു കുന്നിൻ മുകളിലാണ്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ എൻ്റെ ഷോൾഡറിൽ ഒരു പുഴു അരിക്കണത് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ അത് തട്ടി കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഈ വെള്ളം വരുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് തൂക്കുപാലം വരുന്നത് കേട്ടോ. ഇവിടെ മൺസൂൺ സീസൺ ആയാൽ ഇവിടെ നിറച്ച് ആൾക്കാരും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഈ കൈ പിടിക്കുന്ന സംഭവത്തിൻ്റെ മുകളിൽ അപ്പടിയും പുഴുക്കളാട്ടോ. അതുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും തൊടാണ്ടാണ് കേട്ടോ പോകണത്. കുറേ എണ്ണം ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് കയറുന്ന സ്ഥലത്ത് നമുക്ക് പിടിക്കാനായിട്ട് എന്തോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും പുഴുക്കളാണ് കേട്ടോ. ഒരു ഇങ്ങനെ ഇഴഞ്ഞ് നടക്കണ ടൈപ്പ് പുഴു. ഇവിടെ നിറച്ച് കാടാണ് കേട്ടോ. കാടായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ അപ്പടി പുഴു. ഒരുപാട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കണതുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ തൊടാണ്ട് തന്നെ പോവുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് കയറാനുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ കൂടെ കയറുക കേട്ടോ. പക്ഷെ അവിടെയൊക്കെ നിലത്തൊക്കെ അപ്പടി പുഴുവാണ് കേട്ടോ. നോക്കിയിട്ടാണ് നടക്കണത്, അല്ലെങ്കിൽ മേത്ത് കയറും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തേക്ക് കയറിയിട്ടാ. നല്ല രീതിക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണാനെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുമായിരുന്നു. പുഴുവിനൊന്നും അപ്പോൾ ഒന്നും മൈൻഡാക്കിയില്ല. പക്ഷേ മേത്ത് കയറും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് കാണാനൊക്കെ നല്ല രസമായതുകൊണ്ട് അതൊക്കെ അങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. തൂക്കുപാലത്തിൽ നിലത്തായിട്ട് ചില സ്ഥലത്തൊക്കെ ആയിട്ടാട്ടോ ഉള്ളത് പുഴുക്കൾ. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചാണ് നടന്ന് പോണത് കേട്ടോ. അങ്ങനെ തൂക്കുപാലത്തിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ പാർക്കിലേക്കുള്ള വഴിയാണ്. അവിടെ നല്ല രസമാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടെ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇവിടെ ഇതുപോലെ പറഞ്ഞ പോലെ നിറയെ പുഴുക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നടന്നിട്ട് വേറൊരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോണതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ആ ഡാമിൽ നിന്നുള്ള ആ വെള്ളമില്ലേ, അതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുള്ള വെള്ളമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊച്ചിങ്ങനെ കളകള സൗണ്ടോടെ ഇങ്ങനെ പോകുന്നത്.
ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മിനി ഡാം ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നല്ല തണുവും കിട്ടുന്നുണ്ട്. ആ ചൂടിൽ നിന്നും ഒരു തണുവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേഗം പാർക്കിലേക്ക് പോവാട്ടോ. ഈ പാർക്കിലേക്ക് പോണ വഴിയിലൊന്നും അത്ര അധികം പുഴുക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറച്ച് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് നടന്നിട്ട് ആ കാണണ്ടാണ് കേട്ടോ ആ പാർക്ക്. അവിടേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെ ചെന്നൊന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് പുഴുശല്യമൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. ആദ്യം വരുമ്പോഴൊക്കെ ഇവിടെ പുഴുക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാർക്കിൽ അപ്പടി പച്ചപ്പാണ് കേട്ടോ. ഇവിടെ ഒരു സ്ത്രീ ഇങ്ങനെ എന്തോ തലയിൽ പുല്ലാ തോന്നണു എന്തോ തലയിൽ എത്തി പോകുന്ന പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിറച്ച് ബുഷുകളാണ് കേട്ടോ. പിന്നെ വഞ്ചിയുടെ ഷേപ്പിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് കേട്ടോ സ്ത്രീ, തലയിൽ പുല്ല് എത്തിയിട്ടുള്ള സ്ത്രീ. നല്ല ഭംഗിയുള്ള കുറേ പൂക്കളുള്ള ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ കുളം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ പച്ചപ്പാണ് ഏറ്റവും മെയിനായിട്ട് എടുത്ത് കാണിക്കണത് കേട്ടോ. ഇവിടെ കണ്ണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊഞ്ഞാലാടാൻ നല്ല രസമാണ് കേട്ടോ. ഞാനൊന്ന് ആടി നോക്കിയിട്ടുണ്ടായിരുന്നേ. ഞാനും അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറേ റൈഡിലൊക്കെ കയറിയ ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ആ വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.